ഓരോ ഘട്ടത്തിലും, അതായത് ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പാർട്ടി ഒറ്റിക്കൊടുക്കുന്ന നേതാവായി ഇപ്പോൾ തരൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അവഗണിച്ച് വിടുക എന്നൊരു രീതിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. കാരണം ഈ സമയത്ത് തരൂരിനെ പുറത്താക്കിയാൽ അതായിരിക്കും പ്രധാനപ്പെട്ട തലക്കെട്ട്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വോട്ടർ അധികാര യാത്രയൊക്കെ എത്ര എത്ര ഗൗരവത്തോടെ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അതുമായി മുന്നോട്ട് പോയത്. അതിനുശേഷം ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ശരിയാണ്, ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. അത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. ഇപ്പോൾ ദളിത്, മഹാദളിത്, ആദിവാസി സഖ്യം, അത് ആ വോട്ടുകൾ കൂടി നേടുക. നേരത്തെ അത് RJD മുസ്ലിം ഒരു ചേരുവയായിരുന്നെങ്കിൽ ആ ചേരുവയിൽ നിന്ന് മാറി മുഴുവൻ ദളിതുകളെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് 90% ഇന്ത്യക്കാരുടെയും ഇന്ത്യ മാറണം എന്ന രൂപത്തിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു അജണ്ട പാർട്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ റദ്ദാക്കുന്ന രീതിയിൽ പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രവർത്തിക്കുകയാണ്. തരൂരിൻ്റെ ഓരോ കാലത്തിലും ഓരോ പ്രസംഗങ്ങൾ, ഓരോ ലേഖനങ്ങളും എത്രത്തോളം അദ്ദേഹം പറയുന്നതിൽ നിന്ന് പിന്നാക്കം പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണെന്നുള്ളതാണ്.